കേരളത്തില് ഭരണമാറ്റം എന്തായാലും ഉറപ്പാണ്. വെറുതെ അങ്ങ് ജയിപ്പിച്ചു വിടുന്ന ഒരു സിസ്റ്റം അല്ല പൊന്നാനി സംബന്ധിച്ചിടത്തോളം. ആഭ്യന്തരത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ കാവ്യവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരുന്നത്. അല്ല, തീർച്ചയായിട്ടും ജനങ്ങളെ സംതൃപ്തരല്ല. NDA ചിത്രത്തിലില്ല. ഈ പ്രാവശ്യം ചിലപ്പം നല്ലൊരു അട്ടിമറി നടക്കാനുള്ള സാധ്യത ഏറെയാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. ഈ നിഷ്പക്ഷ വോട്ടുകള് ഒരു വിജയപരാജയത്തിൽ നിർണായക ഘടകം. ചേർത്ത് പിടിക്കാൻ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. വികസനങ്ങളെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നതല്ലേ തെറ്റ്. ഭരണ തുടർച്ചയാണ് ഉണ്ടാവുക. ഷക്കീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളത്തിൽ കഷ്ടിച്ച് ഇടതുപക്ഷം വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കഷ്ടിച്ച്. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി മണ്ഡലത്തിലാണ്. കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ഇടത് കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലം കൂടിയാണ് പൊന്നാനി. കോട്ട കാക്കാൻ വേണ്ടി ഇടതുപക്ഷവും തിരിച്ചുപിടിക്കാൻ UDF-ഉം ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി NDA-യും ഈ മത്സര രംഗത്തുണ്ട്. ആരാണ് അവരുടെ യഥാർത്ഥ ജനനായകൻ? അതിന് ഉത്തരം പറയേണ്ടത് പൊന്നാനിക്കാർ തന്നെയാണ് അല്ലേ? നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ അഭിപ്രായം എന്താണ് എന്ന്. ചേട്ടാ, ഇവിടിപ്പം MK സക്കീറും നൗഷാദലിയും ഈ മനീഷാണ് മത്സരിക്കുന്നത്. ആരായിരിക്കും പൊന്നാനിയിലെ അടുത്ത MLA? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് മറ്റേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ഈ പ്രാവശ്യം രണ്ട് സ്ഥാനാർത്ഥികളും ശക്തമായ രണ്ട് സ്ഥാനാർത്ഥികളാണ്. അപ്പൊ ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർ തുല്യമായിട്ടാണ് നിൽക്കുന്നത്. ജയിക്കുന്നത് ആരാന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത്. കഴിഞ്ഞ തവണ നന്ദകുമാറിന് 17,000-ലധികം വോട്ട് ഉണ്ടായിരുന്നു. നല്ല ഭൂരിപക്ഷം പൊന്നാനിയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണോ ഇപ്പം ഈ പ്രാവശ്യം ചിലപ്പം നല്ലൊരു അട്ടിമറി നടക്കാനുള്ള സാധ്യത ഏറെയാണ്. പൊന്നാനി മണ്ഡലത്തിൽ മാത്രമുള്ളതാണോ അല്ലെങ്കിൽ പൊന്നാനി മണ്ഡലത്തിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. പൊന്നാനിന്റെ കഥയാണ് ഞാനീ പറയുന്നത്. അല്ല, പൊതുവെ ഭരണവിരുദ്ധ വികാരം ഉണ്ടല്ലോ. അതുണ്ട്. 10 കൊല്ലമായിട്ട് ഒരു ടീമാണ് ഭരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ ഇവിടെ നിലവിൽ നിൽക്കുന്നുണ്ട്. UDF-ന് കിട്ടാനുള്ള സാധ്യത പൊന്നാനിയിലുണ്ട്. ഒരു അട്ടിമറി നടക്കാനുള്ള സാധ്യത ഉണ്ട്. NDA സ്ഥാനാർത്ഥിക്കൊന്നുമില്ലല്ലോ. BJP സ്ഥാനാർത്ഥിക്ക് ഇല്ലല്ല, BJP സ്ഥാനാർത്ഥിക്ക് ഇവിടെ പൊന്നാനിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവും. ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകളൊന്നുമില്ല. ഇല്ല. ഇവര് തമ്മിലാണ് മത്സരം. ഇടതുപക്ഷം UDF തന്നെയാണ്. കേരളത്തിൽ എന്തെങ്കിലും മാറുമോ? കേരളത്തില് ഭരണമാറ്റം എന്തായാലും ഉറപ്പാണ്. അടുത്ത MLA തീർച്ചയായിട്ടും MK സക്കീർ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ പൊന്നാനിയിൽ ഈ അസംബ്ലി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു MLA ഉണ്ടാകാൻ തുടങ്ങിയിട്ട് പൊന്നാനിയിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഒന്നും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ട് അത് തന്നെയാണ്. പിന്നെ ഇതൊരു ഇടതുപക്ഷം ഒന്നാണ്. ബിച്ചു ബാബയുടെ, അതിനുശേഷം പാലളിയുടെ, ശ്രീരാമകൃഷ്ണന്റെ, നന്ദകുമാറിന്റെ, അങ്ങനെ ഒട്ടേറെ തവണ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത് ഇടതുപക്ഷ MLA-മാരാണ്. വെറുതെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മറ്റു ചില പ്രദേശങ്ങളെ പോലെ, ഉദാഹരണത്തിന് ഇപ്പം മലപ്പുറം, മഞ്ചേരി, വേങ്ങരയൊക്കെ പോലെ വെറുതെ അങ്ങ് ജയിപ്പിച്ചു വിടുന്ന ഒരു സിസ്റ്റം അല്ല പൊന്നാനി സംബന്ധിച്ചിടത്തോളം. പൊന്നാനി എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗം എടുത്തു നോക്കിയാലും, ഓരോ പ്രദേശം എടുത്തു നോക്കിയാലും വികസനം ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ MLA-മാരുടെ കീഴിലാണ്. അതുകൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷം തന്നെ സക്കീർ തന്നെ വരുമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം അതാണ്. പിന്നെ ഇദ്ദേഹം എതിർ സ്ഥാനാർത്ഥി ഈ അടുത്ത കാലത്ത് ഇവിടെ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. പൊന്നാനിയെ കുറിച്ച് അത്ര അറിയാത്ത ആളാണ്. പക്ഷെ പൊന്നാനിയെ കുറിച്ച് അറിയുന്ന ആളുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ ഇതിന് മുമ്പ് വന്നെങ്കിലും പക്ഷെ അവർ പൊന്നാനിയിൽ ജയിച്ചതിന് ശേഷം പൊന്നാനിയുടെ വികസന പ്രവർത്തനങ്ങളിലും മറ്റെല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാത്തിലും അവർ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പ്രധാനപ്പെട്ട കാരണം അതാണ്. മറ്റു പാർട്ടികളൊന്നും ഇപ്പം നിലവിലില്ല. ഈ തവണ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വീണ്ടും പൊന്നാനിയിൽ വിജയിച്ചു. തീർച്ചയായിട്ടും പൊന്നാനിയില് പഴയ പൊന്നാനിയല്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ ഒട്ടനവധി വികസനങ്ങൾ പൊന്നാനിക്കകത്ത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഇടതുപക്ഷ MLA-മാർ ഒരുപാട് വികസനങ്ങൾ പൊന്നാനിയിൽ കൊണ്ടുവന്നു. അത് നിങ്ങൾക്ക് ഈ പ്രദേശത്ത്, ഈ മണ്ഡലത്തിലുടനീളം അതിൻ്റെ നേർസാക്ഷി നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് അതിന് നേർസാക്ഷ്യം നിങ്ങൾ ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. ഇവിടെ ഒട്ടനവധി വികസനങ്ങൾ, കർമ്മ റോഡ് പോലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, അതേപോലെ സ്ത്രീകളും കുട്ടികളുടെ ഹോസ്പിറ്റൽ, KSRTC, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പൊന്നാനിയിൽ ഇടതുപക്ഷ MLA-മാർ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ MLA വീണ്ടും പൊന്നാനിയിൽ നിന്ന് MLA ആയി ജയിച്ചു വരാനുള്ള സാധ്യത 100%. ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കേരളത്തിൽ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് പിന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു തുടർച്ച മൂന്നാം ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിയെയാണോ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയാണോ പരിഗണിക്കുക? വോട്ട് ചെയ്യുമ്പോൾ വ്യക്തിയല്ലല്ലോ പരിഗണിക്കുക. അങ്ങനെ വ്യക്തിയെ പരിഗണിക്കുക? ഒരു ആശയങ്ങൾ തമ്മിലാണല്ലോ പോരാട്ടം. വ്യക്തി ഒരു സാങ്കല്പികം മാത്രമാണ്. രണ്ട് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഒരു സാങ്കല്പികമാണ്. രണ്ട് ആശയങ്ങൾ തമ്മിലാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. നിഷ്പക്ഷ വോട്ടുകളാണല്ലോ നമ്മുടെ കുറെ കാര്യങ്ങള് പിന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവര് ചെയ്യുന്നത് വ്യക്തികൾക്കനുസൃതമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞ തവണ 17,000-ലധികം വോട്ടുകൾ ഇവിടെ LDF സ്ഥാനാർത്ഥി ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആ രീതിയിൽ നിഷ്പക്ഷ വോട്ടുകൾ പൊന്നാനിയിൽ എങ്ങോട്ടായിരിക്കും തിരിയുക? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിഷ്പക്ഷ വോട്ടുകൾ ഒരു വിജയപരാജയത്തിൽ നിർണായക ഘടകമാണ്. പക്ഷെ ആ നിഷ്പക്ഷ വോട്ട് എന്ന് പറയുമ്പോൾ ഓരോ മണ്ഡലത്തിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കൂടി അവർ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വികസന പ്രവർത്തനം ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ നിഷ്പക്ഷ മതികളായ ആളുകൾ ഈ പൊന്നാനിക്കകത്ത് അവരുടെ മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ സർക്കാരുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ജനപ്രതിനിധികൾ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് അവരു മാർക്കായി കണ്ട് എന്ത് ചെയ്യും? നിഷ്പക്ഷരായ ആളുകൾ എന്ത് ചെയ്യും? ഇടതുപക്ഷ പിന്നെ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഭരണ തുടർച്ചയാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് വികസനങ്ങളൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ. വികസനങ്ങളെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നതല്ലേ തെറ്റ്. എന്തായാലും തീർച്ചയായും ഇടതുപക്ഷം അധികാരത്തിൽ വരും. MK സക്കീർ തന്നെ ആയിരിക്കും. ഞങ്ങൾ ഹാപ്പി അല്ല. പൊന്നാനിയിൽ വികസനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിലാണ്. അതിനു മുമ്പ് ഇവര് ഭരിച്ചിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇടതുപക്ഷം എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ പൊന്നാനിക്ക് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്നാനിയുടെ വികസനങ്ങൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് അതിന്റെ ഒരു മുൻകൈ കൂടുതലാണ്. ഇടതുപക്ഷം മാത്രമേ ഇവിടെ വികസനം കൊണ്ടുവന്നിട്ടുള്ളൂ. മറ്റുള്ള പാർട്ടിക്കാരുടെ മറ്റേ വികസനങ്ങൾ കൊണ്ടുവന്നതായിട്ട് ഒരു തെളിവുമില്ല. എന്താണെന്ന് അവർക്ക് പറഞ്ഞു തരാനും പറ്റില്ല. ഒരു 5 or 10 ഒന്നും എടുത്തു പറയാൻ പോലും അവർക്കില്ല. കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാവുന്നല്ലോ. മറ്റേ വെള്ളപ്പൊക്കം ഇതൊക്കെ വന്നിട്ട് നമ്മൾ ചേർത്ത് പിടിക്കാൻ ഒരു സർക്കാരുണ്ടായിരുന്നു. മറ്റ് ഭരണകക്ഷികളാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് പിടുത്തം ഉണ്ടാകാൻ സാധ്യത കുറവായിരുന്നു. ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ ആയതിന്റെ പേരിൽ എല്ലാരും ചേർത്ത് പിടിക്കാനാണ് ഉണ്ടായത്. വീണ്ടും അല്ല, ഇനി അടുത്ത 5 വർഷം വരെയാണെങ്കിൽ ആ ടൈമിലും പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷം വന്നതിന് ശേഷമാണ് ഇവിടെ വികസനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൊന്നാനിയില് കഴിഞ്ഞ 20 വർഷക്കാലമായി കൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ ജയിച്ചു കയറുന്നത്. നമ്മുടെ നാട്ടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളെ നമ്മൾ നിയമസഭാ സമ്മേളനത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത്. നമുക്കറിയാം, പൊന്നാനിയുടെ ഏകദേശം 16ഓളം കിലോമീറ്ററുകൾ നിയമസഭക്കകത്ത് നമ്മുടെ ഈ 16 കിലോമീറ്റർ തീരദേശ മേഖലയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽഭിത്തിയാണ്. കടൽഭിത്തി ഇല്ലാത്തത് മൂലം തീരദേശം കിലോമീറ്റർ കണക്കെയാണ് ഓരോ പ്രതിവർഷവും കടലാക്രമണത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇന്ന് വരെ ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു പോകുന്ന MLA-മാർക്ക് സാധ്യമായിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ ഈ തീരദേശത്ത് കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സാധ്യമാവും. ഈ കാണുന്നത് പൊന്നാനി ഒരു നഗരസഭ അധികൃതരുടെ കീഴിലുള്ള ബസ് സ്റ്റാൻഡാണ്. 2 തവണയാണ് ഇവിടെ നിന്ന് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ച് നീക്കിയിട്ട് ഈ യാത്രക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് കയറി നിൽക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ അവർക്കൊന്നും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു സംഗതി പോലും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ചോദിച്ച് കാണാൻ പറ്റും, യാത്രക്കാർ ഈ സൈഡിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ഇതിന്റെ മുന്നിലൂടെയാണ് ഈ നഗരസഭയുടെ അകത്തേക്ക് ഇവിടുത്തെ ഈ ആളുകളും അതോടൊപ്പം ജീവനക്കാരുടെ വാഹനങ്ങളൊക്കെ കയറി പോകുന്നത്. നിരന്തരമായിട്ട് ഹോണടിച്ച് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ വാഹനങ്ങളും കയറി ഇറങ്ങുന്നത്. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ ജനപ്രതിനിധിക്കോ ഇവിടെ ഭരണസമിതി കൈകാര്യം ചെയ്യുന്ന LDF-ന്റെ സർക്കാരുകൾ ഇതുവരെ സാധ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ 10 വർഷക്കാലമായി കൊണ്ട് നമ്മൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്
പക്ക, അതായത് ആഭ്യന്തരത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ കാവ്യവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ മാറണം, UDF നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്നാണ് പൊന്നാനിയുടെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അത് ഇത്തവണ KP നൗഷാദയിലൂടെ സാധ്യമാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. KP നൗഷാദ് അലി ഒരുപാട് കാലമായി 10-25 വർഷമായി ഇവിടുന്ന് ഇടതുപക്ഷം ജയിച്ചു പോവാണ്. കാര്യമായ വികസന കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല. മാത്രമല്ല തീരദേശത്ത് കടൽ ഭിത്തി ഏറെക്കാലമായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ അത് യാഥാർത്ഥ്യമാവുന്നില്ല. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങള് സംതൃപ്തരല്ല പൊന്നാനിയിലെ. അല്ല, തീർച്ചയായിട്ടും ജനങ്ങളെ സംതൃപ്തരല്ല. ഇവിടുത്തെ MLA കൂടുതൽ സാധ്യത ഈ പ്രാവശ്യം നൗഷാദിലേക്കാണ് സാധ്യത കാണുന്നത്. വർഷങ്ങളായിട്ട് ഇടതുകോട്ടയാണല്ലോ പൊന്നാനി. അപ്പം അങ്ങനെ ഒരു അട്ടിമറി ഇവിടെ നടക്കുമോ? ഇടതുകോട്ടയാണെങ്കിലും ഇവിടെ കുറച്ച് ആളുകൾ ഇവിടെ ഇടതുപക്ഷവുമായിട്ട് അകന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. പാർട്ടി പ്രവർത്തകർ തന്നെയാണ്. അവരെ വോട്ട് അവർ പരസ്യമായിട്ട് പല ഭാഗങ്ങളിലും ഫ്ലക്സുകളും അതുപോലെ തന്നെ അവരെ അഭിപ്രായങ്ങൾ ഈ മറ്റേ ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. വോട്ട് ചെയ്യൂല എന്നുള്ളതും പിന്നെ അവർ നോട്ടൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ഇവിടുത്തെ അഭിപ്രായം വന്നിട്ട് UDF ഒരു മുൻതൂക്കം വന്നിട്ടുണ്ട്. ലോകസഭയിൽ UDF മുൻതൂക്കം വന്നിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ അത് വെച്ച് മാത്രമല്ല, പിന്നെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം പാർട്ടി പ്രവർത്തകർ തന്നെ ചില ഭാഗങ്ങളിൽ പാർട്ടിക്കെതിരെ അണികൾ നിൽക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ പിന്നെ ഈ സക്കീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതും വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു പ്രശ്നം. നന്ദകുമാർ വന്നപ്പോഴും പൊന്നാനിയിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുണ്ടെങ്കിലും അന്ന് അണികള് വോട്ട് ചെയ്യൂല എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അത് ചെയ്യൂല എന്നുള്ളത് അന്ന് ഫ്ലക്സുകൾ വന്നിട്ടില്ല. ഈ പ്രാവശ്യം ഫ്ലക്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. കേരളത്തിൽ ഒന്നായിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ സാധ്യത? കേരളത്തിൽ കഷ്ടിച്ച് ഇടതുപക്ഷം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കഷ്ടിച്ച് അതിൻ്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ UDF വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഇപ്പോൾ തുടർച്ചയായിട്ട് 10 വർഷമായില്ലോ. ഇപ്പോൾ സർക്കാർ നല്ല പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഈ റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെ നല്ല വികസനമല്ലേ ചെയ്യുന്നത്. പൊന്നാനി നല്ല വികസനം ഉണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. തീർച്ചയായിട്ടും ജനങ്ങള് സന്തോഷവാന്മാരാണ്. തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ ഇവിടെ 17,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ തവണ അത് കൂടുകയാണോ കുറയുകയാണോ സംഭവിക്കുന്നത്? ഭൂരിപക്ഷം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും വിജയം ഉറപ്പാണ്. എതിരാളി ശക്തനാണോ? എതിരാളി പൊന്നാനിക്കാരനല്ല. മറ്റേ സക്കീർ ആണെങ്കിൽ പൊന്നാനിക്കാരനാണ്. ഈ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്. എല്ലാവർക്കും അറിയുന്ന ആളാണ്. നൗഷാദ് അലി വന്നിട്ട് ഒരു കടുത്ത മത്സരം എന്തായാലും ഉണ്ടാവും. ഷുവറാണ്. NDA ന്റെ അവസ്ഥയോ? NDA ചിത്രത്തിലേ ഇല്ല.